രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് സീപോർട്ടാണ് വിഴിഞ്ഞം. അതായത് ഒരു കപ്പലിൽ നിന്ന് മറ്റൊരു കപ്പലിലേക്ക് ചരക്ക് മാറ്റാൻ അനുമതിയുള്ള ഇന്ത്യയിലെ ഏക തുറമുഖം. സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ രാജ്യത്തെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റിന്റെ പ്രധാന കേന്ദ്രമായി വിഴിഞ്ഞം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ദക്ഷിണേന്ത്യയുടെ വാണിജ്യ ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഒരു വികസന കുതിപ്പിനാണ് കേരളം തയ്യാറെടുക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം കേന്ദ്രീകരിച്ച് ഒരു സമഗ്ര വ്യവസായ ഹബിന് തന്നെ രൂപം നൽകാനാണ് സർക്കാരിൻ്റെ നീക്കം. വിഴിഞ്ഞത്ത് നിന്ന് അന്താരാഷ്ട്ര കപ്പൽച്ചാലിന് വെറും 20 നോട്ടിക്കൽ മൈൽ മാത്രമാണ് അകലം. മാത്രമല്ല 20 മീറ്റർ സ്വാഭാവിക ആഴവും എടുത്തു പറയേണ്ട സവിശേഷതയാണ്. കടൽ മാർഗം ഏറ്റവും കൂടുതൽ ചരക്കു നീക്കം നടക്കുന്ന ചൈനയോട് കിടപിടിക്കാൻ കഴിവുള്ള ഒരു ഹാർബറായി വിഴിഞ്ഞം മാറും. ഒരുപക്ഷെ ചൈനയെക്കാളും മികച്ച ലോജിസ്റ്റിക് സംവിധാനം വിഴിഞ്ഞത്തിലൂടെ ലഭ്യമാകും. അതിൻ്റെ ഗുണം കൂടുതലും കേരളത്തിന് ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പദ്ധതി യാഥാർത്ഥ്യമായാൽ അത് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയാകുമെന്ന് പറയുന്നതിന് ഒരൊറ്റ അടിസ്ഥാനം മാത്രമേ ഉള്ളൂ. അതതിൻ്റെ അനുബന്ധ വികസന സാധ്യതകളാണ്. അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിനനുസരിച്ചുള്ള പശ്ചാത്തല സൗകര്യമൊരുക്കലാണ് ഏറ്റവും പ്രധാനം. ഇതിനായി സർക്കാർ എന്തൊക്കെ ചെയ്തുവെന്ന ചോദ്യത്തിനാണ് ഇനി പ്രസക്തി. വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള റെയിൽ കണക്ടിവിറ്റി പദ്ധതിക്കും തുറമുഖത്തേക്കുള്ള ചരക്കു നീക്കം സുഗമമാക്കാനുള്ള ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്കും കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിച്ചിട്ടുണ്ട്. 1000 കോടി മുതൽ മുടക്കുള്ള റെയിൽ കണക്ടിവിറ്റി പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നത് കൊങ്കൺ റെയിൽവേയാണ്. പരിസ്ഥിതി ആഘാത പഠനം പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കാൻ 2 വർഷം വേണ്ടിവരുമെന്നാണ് സർക്കാർ പറയുന്നത്. ജില്ലയിലെ ഉൾപ്രദേശങ്ങളുടെ വ്യവസായ വികസനത്തിനും ഗതാഗത രംഗത്തെ പുരോഗതിയിലേക്കും ഔട്ടർ റിംഗ് റോഡ് പദ്ധതി അവസരമൊരുക്കും. റെയിൽ കണക്ടിവിറ്റി പദ്ധതിക്ക് മുൻപേ റോഡ് പൂർത്തിയാകുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതെല്ലാം പ്രഖ്യാപിച്ചെന്നല്ലാതെ പദ്ധതികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ ഭൂമിയുടെ ലഭ്യതയടക്കം വെല്ലുവിളിയാണ്. എന്നാൽ കേരളത്തിൻ്റെ പരിമിതികൾ തൊട്ടടുത്തുള്ള തമിഴ്നാടിനില്ലെന്നത് ഓർക്കണമെന്നാണ് വ്യവസായ സംഘടനകളുടെ മുന്നറിയിപ്പ്. ഇതെല്ലാം സർക്കാർ ഗൗരവകരമായി എടുക്കേണ്ടതുണ്ട്. രാജ്യത്തെ ആഴമേറിയ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായ വിഴിഞ്ഞത്ത് ലോകത്തെ ഏറ്റവും വലിയ മദർഷിപ്പുകൾ വരെ അടുപ്പിക്കാം. ഇവിടെ ഇറങ്ങുന്ന കണ്ടെയ്നറുകൾ ചെറിയ ഫീഡർ കപ്പലുകളിൽ രാജ്യത്തെ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകാം. മറ്റ് രാജ്യങ്ങളിലേക്കുള്ള ചരക്കുമിറക്കാം. അതോടെ ആഗോള ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി വിഴിഞ്ഞം വളരും. കേരളം ആഗോള സമുദ്ര വ്യാപാരത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാകും. വൻകിട കമ്പനികൾ വിഴിഞ്ഞത്തേക്ക് സർവീസിന് താൽപ്പര്യമറിയിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ വർഷം 2500 കോടി വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാരിന് വർഷം 400 കോടി GST കിട്ടും. ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളും വരും. സംസ്ഥാനത്തെ ടൂറിസം, വാണിജ്യം, ഗതാഗതം തുടങ്ങിയ രംഗങ്ങളിൽ വൻ പുരോഗതിയാണ് വിഴിഞ്ഞം പദ്ധതിയിലൂടെ ലഭിക്കുക.